أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وحبيبنا محمدا عبد الله ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة وداعيا إلى الله بإذنه وسراجا منيرا من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. വളരെയേറെ ഇസ്ലാം പ്രാധാന്യം നൽകിയിട്ടുള്ള വിവാഹം എന്ന ആ പുണ്യകർമ്മം ഇതിന് സാക്ഷിയാകാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നടക്കാനിരിക്കുന്ന നിക്കാഹ് നമുക്കൊക്കെ വേണ്ടപ്പെട്ട സുപരിചിതനായ ജനാബ് മീർ അബ്ബാസ് സാഹിബിൻ്റെ മകൻ ബിലാൽ ഇബ്രാഹിം ബിലാൽ, മുഹമ്മദ് ഹനീഫ് സാഹിബിൻ്റെ മകൾ ഫാത്തിമ ഷബന, ഇവർ തമ്മിലുള്ള നിക്കാഹാണ്. എല്ലാ അർത്ഥത്തിലും അല്ലാഹു ഈ നിക്കാഹിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഹൈറ് ബറകാത്തുകൾ, സന്തോഷങ്ങൾ നിറഞ്ഞ നല്ലൊരു ദാമ്പത്യ ജീവിതം ഇതിലൂടെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, നിക്കാഹ് നമ്മുടെ ജീവിതത്തിന്, സത്യവിശ്വാസികളുടെ ജീവിതത്തിന് മാറ്റുകൂട്ടേണ്ട, ഈമാൻ വർദ്ധിപ്പിക്കേണ്ട, നന്മ വർദ്ധിപ്പിക്കേണ്ട ഒരു സംഗതിയായിട്ടാണ് ഖുർആനിലൂടെയും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരുവചനങ്ങളിലൂടെയും നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഖേദകരമെന്ന് പറയട്ടെ, അതിനെ ആ ഒരു പുണ്യകർമ്മത്തെ നാമാകുന്ന സമൂഹം, ഖൈറു ഉമ്മത്ത്, ഏറ്റവും വലിയ ഭാരിച്ച ഒരു പ്രശ്നമായി, വലിയൊരു തലവേദനയാക്കി മാറ്റി എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ അരങ്ങേറുന്ന ആഭാസരത്വങ്ങൾ, അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പ്രവണതകൾ, അത് സമൂഹത്തെ ആകമാനം നാണിപ്പിക്കുന്ന തരത്തിൽ അത്ര കണ്ട് വർദ്ധിച്ചു പോരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അല്ലാഹു തആല നമുക്കൊക്കെ അല്ലാഹു മാപ്പ് ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹിന് അവിടുത്തെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം നൽകിയിരുന്നു. അവിടുത്തെ വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ ആളുകൾക്കും വലിയൊരു സന്ദേശമാണ്, വലിയൊരു മാതൃകയാണ് അവിടുത്തെ ജീവിതം. സ്നേഹം തുളുമ്പുന്ന ജീവിതമാണ് വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. ശരിക്കത് മനുഷ്യന്റെ തഖ്വയെ വർദ്ധിപ്പിക്കാനുള്ളതാണ്. ഇതുവരേക്കും മനുഷ്യൻ ഒറ്റപ്പെട്ട് ജീവിച്ചു. അവൻ്റെ മനസ്സിൽ, അവൻ്റെ മനോമുഖത്തിൽ വരുന്ന ധാരാളം ചിന്തകളും അതല്ലെങ്കിൽ പ്രയാസങ്ങളും വ്യതകളും ഒക്കെ ചിലപ്പോൾ അവൻ സ്വന്തമായിട്ട് തന്നെ അതിനെ കടിച്ചമർത്തി അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, എന്നാൽ ഈ ജീവിത പങ്കാളിയെ വൈവാഹിക ബന്ധത്തിലൂടെ കിട്ടുമ്പോൾ അതിനേറെ അയവ് വരുത്താൻ അള്ളാഹു നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. നിക്കാഹ് അത്
ശരിക്കും അതിലൂടെ നമുക്ക് കിട്ടുന്ന വലിയൊരു ന്യാമത്താണ്. ഇതുവരേക്കും അള്ളാഹു നമുക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്ന നോട്ടം പോലും ഒരു അന്യ പെണ്ണിനെ അല്ലെങ്കിൽ ഒരു അന്യ സ്ത്രീക്ക് ഒരു അന്യ പുരുഷനെ നോക്കാൻ വേണ്ടി പാടില്ല. ഇത് നിഷിദ്ധമാണ്. എന്നാൽ ഈ ഈജാബ് കബൂൽ എന്ന ആ കർമ്മത്തിലൂടെ അവര് എല്ലാ അർത്ഥത്തിലും അവരെ പരസ്പരം സ്വന്തമാക്കുകയാണ്, ഇവിടെ അനുവദിക്കപ്പെടുകയാണ്. അള്ളാഹു ഇതുവരേക്കും നിഷിദ്ധമാക്കിയതിനെ അള്ളാഹു ഇതിലൂടെ നമുക്ക് ഹലാലാക്കി തരുന്നു. അള്ളാഹു ചെയ്തു തരുന്ന വലിയ നിഅമത്തിന് ശുക്റുള്ളവരായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ നിക്കാഹിലൂടെ നമുക്ക് ധാരാളം ഭൗതികമായ നേട്ടങ്ങളാണ്. നമ്മുടെ റിസ്ഖിൽ അഭിവൃദ്ധി ഉണ്ടാകും. പലപ്പോഴും പല ആളുകളും നിക്കാഹിൽ നിന്നും മാറി നിൽക്കാറുണ്ട്, അമാദിച്ചു നിൽക്കാറുണ്ട്. പേടിയാണ് ഇതിന് കാരണം. എന്താണ്, എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ തന്നെ വഴിയില്ല, പിന്നെ വിവാഹം കഴിച്ചിട്ട് ആ ഒരു ഭാരവും കൂടി എന്തിനാണ് ഞാൻ പേരേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നഖൈ റഹ്മത്തുള്ളാഹി മുഹദ്ദിസാണ്. മഹാനവറുകൾ ഒരു മനുഷ്യനെ ഉപദേശിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ഇതുപോലെ പേടിയാണ്, എങ്ങനെയാണ് ഞാൻ വിവാഹം കഴിക്കുക, വലിയ പ്രാരാബ്ധമായി പോകുമല്ലോ എന്ന്. മഹാനവറുകൾ പറഞ്ഞു, എടോ, നിന്റെ വീട്ടിൽ നിനക്ക് അല്ലെങ്കിൽ ആ പെണ്ണിന് ഇതുവരേക്കും ആ പെണ്ണ് ജീവിച്ചു പോരുന്നില്ലേ? നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഇതുവരേക്കും അള്ളാഹു വല്ല റിസ്ക് കൊടുത്തത്, അതേ അള്ളാഹു നിന്റെ വീട്ടിൽ വെച്ച് നിനക്കും അവൾക്കും റിസ്ക് കൊടുക്കാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് പേടിച്ചിട്ട് അതിന് മാറി നിൽക്കേണ്ടതില്ല. നിനക്ക് മഹർ കൊടുക്കാനുള്ള കഴിവുണ്ട്, അതേപോലെ ശാരീരികമായ സുഖമുണ്ട്, നിന്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങളുമുണ്ട്, മനുഷ്യ സഹജമായിട്ടുള്ള വിചാരങ്ങളുണ്ട്. നീ വിവാഹത്തിലേക്ക് ഇറങ്ങണമെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് വളരെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം കിട്ടാനുള്ള വഴിയാണ്. ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു വെച്ചു, നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ, അവിവാഹിതരായിട്ടുള്ള ആളുകളെ, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരില്ലാത്ത ആളുകൾക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങണം, അവർക്ക് ആ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം ദാമ്പത്യ ജീവിതത്തിന്റെ. ഇനി അവരെങ്ങാനും അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നും വിശാലമായി അള്ളാഹു തആല അവർക്ക് കൊടുക്കും, അവർക്ക് ധന്യത നൽകും. അള്ളാഹു വിശാലസ്ഥനാണ് എന്ന്. അതുകൊണ്ടൊന്നും പേടിക്കേണ്ടതില്ല. അള്ളാഹു ദുനിയാവിൽ ഖൈർ ബറകാത്തുകൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരിടമാണ് വൈവാഹിക ജീവിതം എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തഖ്വ വർദ്ധിപ്പിക്കാനുള്ള വഴിയാണ്. അതുകൊണ്ട് സുന്ദരമായ സ്വഭാവ രീതിയായിരിക്കണം ഭർത്താവിന് ഭാര്യയ്ക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ഉണ്ടാകേണ്ടത്. ഭാര്യയ്ക്ക് തിരിച്ചും തന്റെ ഭർത്താവിനെ ഏറെ സ്നേഹിക്കാൻ, ഭർത്താവിനെ മാത്രം പ്രീതിപ്പെടുത്താൻ, ഭർത്താവിനെ അനുസരിക്കാൻ ആ ഭാര്യയ്ക്ക് സാധിച്ചാൽ സ്വർഗത്തിൽ പോകാൻ കൂടുതൽ പണിയൊന്നും ചെയ്യേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, ഏതൊരു പെണ്ണ് അവൾ മരിക്കുമ്പോ അവളുടെ ഭർത്താവ് അവൾ 100% സന്തുഷ്ടനാണ് എങ്കിൽ ആ സ്ത്രീ സ്വർഗത്തിലാക്കാണ് പോകുന്നത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഇതിന്റെ ഏറ്റവും വലിയ നമ്മൾ ആധാരമായിട്ട് കാണേണ്ടത്, ഇതിൽ ഏറ്റവും ഭൗതികമായിട്ടുള്ള നമ്മുടെ സാമ്പത്തിക ഭദ്രതയോ അതല്ലെങ്കിൽ സുമുഖതയോ സൗന്ദര്യമോ അല്ലെങ്കിൽ തറവാടിത്തമോ ഒന്നുമല്ല. നമ്മളിവിടെ മെയിൻ ആയിട്ട് കാണേണ്ടത് അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ചുള്ള ആ ഒരു ചിന്തയും ആ ഒരു ബോധവുമാണ്, മതനിഷ്ഠയാണ്, അതേപോലെ തന്നെ നല്ല സ്വഭാവമാണ്. ഇതിനാണ് നമ്മൾ സെലക്ഷൻ ചെയ്യേണ്ടത്, ഇതിനെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, ഇതിനാണ് പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത്. ഇതുണ്ടോ ആ സൗന്ദര്യം ജീവിതകാലം മുഴുവനും നിലനിൽക്കും. അല്ലെങ്കിൽ ബാഹ്യമായ ശരീരത്തിന്റെ ആ തൊലിപ്പുറത്തിന്റെ ആ സൗന്ദര്യമാണെങ്കിൽ അത് നിമിഷം നേരം മതി അത് ഇല്ലാതായി പോകാൻ. സമ്പത്ത് കണ്ടിട്ടാണെങ്കിൽ ആ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാൻ, പാപ്പരാകാൻ നിമിഷ നേരങ്ങളെ വേണ്ടുള്ളൂ. അതുകൊണ്ട് അതൊന്നും സ്ഥായിയായി നിലനിൽക്കുന്നതല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ബോധവും പേടിയും ദീനി ചിന്തയും ഉണ്ടെങ്കിൽ അതിനേക്കാളും വലിയ സൗന്ദര്യം, അതിനേക്കാളും വലിയ സമ്പന്നത മറ്റൊന്നില്ല എന്നാണ് ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് ഒരു മഹാൻ ബഹുമാനപ്പെട്ട ഹസൻ ബിൻ അലി റളിയല്ലാഹുവിന്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയാണ്, അല്ലയോ മഹാനവറുകളെ, എനിക്കൊരു മോളുണ്ട്. പലരും ചോദിച്ചു വരുന്നുണ്ട്, ഞാൻ ആർക്കാണ് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത്? മഹാനവറുകൾ പറഞ്ഞു, അള്ളാഹുവിനെ പേടിക്കുന്ന പുതിയാപ്പള കിട്ടിയാൽ അയാൾക്ക് കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? ഫൈൻ അഹബ്ബഹ അക്രമഹ. ആ അള്ളാഹുവിനെ പേടിയുള്ള മനുഷ്യൻ ആണെങ്കിൽ ആ പെണ്ണിനെ അയാൾക്ക് ഇഷ്ടം തോന്നുമ്പോ, മനസ്സിന് വല്ലാതെ സ്നേഹം തോന്നുമ്പോ അവളെ വല്ലാതെ ആദരിക്കുന്നവനായിരിക്കും അവൻ. ഇനി മനുഷ്യ സഹജമായിട്ട് ചിലപ്പോ ദേഷ്യം വരും, മനുഷ്യനാണല്ലോ, കോപം വരും. കോപം വന്നാലും കോപം വന്നാലും അവളോട് അനീതി കാണിക്കില്ല അവൻ. അവന്റെ ശരീരത്തെ, അവന്റെ മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കും. അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ ലംഘിക്കാൻ അവനെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സേഫ്റ്റി ആയിരിക്കും, നമുക്ക് സമാധാനമാണ്. നമ്മുടെ മകളെ കൊടുത്തയച്ചു, അവൾ വേറെ വീട്ടിൽ കഴിയുന്നു, നമ്മുടെ മനസ്സ് വേദനിക്കേണ്ടതില്ല. ഒരു തഖ്വയുള്ള അള്ളാഹുവിനെ പറ്റി പേടിക്കുന്ന മനുഷ്യന്റെ കയ്യിൽ
പിടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ തീർച്ച നമ്മളെക്കാളും പൊന്നുപോലെ നോക്കുന്നവരായിരിക്കും അവർ. അല്ലാഹു തആല ആ നിലയിലുള്ള നവദമ്പതികളായി ഇരുവരെയും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. സന്തോഷം, സമാധാനം, ഐക്യം, പരസ്പരം മനസ്സ് തുറന്നുകൊണ്ട് സ്നേഹിക്കാൻ, സ്നേഹം വാരിക്കോരി കൊടുക്കാൻ ഭർത്താവിന് കഴിയണം, ഭാര്യയ്ക്കും കഴിയണം. അതുകൊണ്ട് ചില ആളുകളുണ്ട്, വിവാഹം കഴിച്ചാൽ പിന്നെ ഉപ്പ വേണ്ട, ഉമ്മ വേണ്ട, പിന്നെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ. സഹോദരങ്ങളെ, അങ്ങനെയല്ല ദീൻ പറയുന്നത്. നിന്റെ ദീന്റെ സമ്പൂർണ്ണതയ്ക്ക് വേണ്ടിയാ നിനക്ക് നിക്കാഹിന്റെ അവസരം ഒരുക്കി തന്നത്. അതുകൊണ്ട് ഉമ്മയെ ചൊടിപ്പിക്കാൻ വേണ്ടി ഭാര്യന്റെ വാക്ക് കൂടണ്ട, ഭാര്യയെ ചൊടിപ്പിക്കാൻ വേണ്ടി ഉമ്മന്റെ വാക്കും കൂടണ്ട. ഉമ്മാന്റെ കടമകൾ ഏറ്റവും വലുതാണ്, അത് നീ പാലിക്കണം. രമ്യമായി പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതുപോലെ ഭാര്യയ്ക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തെ മാറ്റിവെക്കണ്ട, എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കണം. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നതിലൂടെ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ വരന്റെ വീട്ടിലേക്കാണെങ്കിൽ വരന്റെ വീട്ടിലേക്ക് അവിടുത്തെ പെൺമക്കളുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയും കൂടി ഏഡ് ചെയ്യപ്പെടുകയാണ്. ഇനി വധുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന പുതിയാപ്പള അവിടുത്തെ ആൺമക്കളുടെ കൂട്ടത്തിൽ ഒരു പുതിയൊരു ആൺകുട്ടിയും കൂടി അങ്ങോട്ട് വരികയാണ്. സ്വന്തം മക്കളെ പോലെ, സ്വന്തം ഉമ്മ ഉപ്പയെ പോലെ ആ നിലയിൽ മാറുന്ന ഒരു അന്തരീക്ഷമാണ് വൈവാഹിക ജീവിതമെന്ന്. അവിടെ സ്നേഹമാണ്, അവിടെ വെറുപ്പിനോ വിദ്വേഷത്തിനോ പ്രസക്തിയില്ല. ആ ജീവിതം തകർന്നടിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകാ യോഗ്യമായ വളരെ ആ സ്നേഹം തുളുമ്പുന്ന ജീവിതം, അവിടുത്തെ ജീവിതം നമുക്ക് മാതൃകയാണ്. അതിനെ അനുധാവനം ചെയ്തുകൊണ്ട് ദാമ്പത്യ ജീവിതത്തെ ധന്യമാക്കുക. അല്ലാഹു തആല എല്ലാ ഖൈറു ബറകാത്തുകളും ഈ നിക്കാഹിൽ വാരിച്ചോരി പൊടിയുമാറാവട്ടെ. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നിലയിലും അല്ലാഹു നമ്മെ അവന്റെ മഖ്ബൂലിങ്ങളായ അടിയാറുകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. Bismillah. Alhamdulillah. Alhamdulillah. Wassalatu wassalamu ala rasulillah Muhammadin wa ala alihi wa ashabihi ajma'in. Uzawwijuka ala ma amara Allah bihi min insafin bima'rufin aw تصريح بإحسان زوجتك وأنكحتك بنتي فاطمة شبنم بهذه القلادة من الذهب مهرا. قبلت منك نكاحها وتزويجها بهذا المهر. എൻ്റെ മകൾ ഫാത്തിമ ശബ്നം എന്നവളെ കാണുന്ന സ്വർണ്ണമാല മഹറിന് ഞാൻ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തന്നു, കൂട്ടിച്ചേർത്ത് തന്നു. ഞാൻ നിങ്ങളുടെ മകൾ ഫാത്തിമ ശബ്നം എന്നവളെ ഈ കാണുന്ന സ്വർണ്ണമാല മഹറിൻ്റെ പകരം ഇങ്ങനെ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നതിന്, കൂട്ടിച്ചേർത്ത് തന്നതിന് ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. سيدنا محمد وعلى آله وأصحابه أجمعين. بارك الله. എല്ലാവരും പറയും ഇൻഷാഅല്ലാഹ്. بارك الله لك وبارك عليك وجمع بينكما في خير. بارك الله لك بارك الله وبارك عليك وجمع بينكما في خير. بارك الله لك وبارك عليك وجمع بينكما في خير.